ഇനി നമുക്ക് നോക്കാനുള്ളത് പൾമണറി ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ആകുന്നത് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. ടെട്രോളജി ഓഫ് ഫാലറ്റ് ആൻഡ് പിന്നെ വരുന്നത് ട്രൈക്കസ്പിഡ് അട്രീഷ്യയും. ഈ രണ്ട് ഡിസീസസ് ആണ് കുട്ടികളിൽ വരുന്നത്. അപ്പോൾ പൾമണറി ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ആകുന്നത് മൂലം അനാട്ടമിയിലേക്ക് എന്താണ് ഡൈഫങ്ഷൻ ഉണ്ടാകുന്നു. ഒന്നില്ലെങ്കിൽ ആർട്ടീരിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ വെൻട്രിക്കുലർ സെപ്റ്റം ഉണ്ടാകാം. എലോങ് വിത്ത് ദ പൾമണറി സിസ്റ്റത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കാം. പൾമണറി ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആകുന്നത് മൂലം റൈറ്റ് സൈഡിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഷണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആകാം. അപ്പോൾ എന്താണ് ഡീസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആകാം. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ. ഇതുമൂലം എന്താണ് ഹൈപ്പോസീമിയ ഉണ്ടാകാം, സൈനോസിസ് ഉണ്ടാകാം, എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സിസ്റ്റമാറ്റിക് സർക്കുലേഷനിലേക്ക് ചെല്ലുന്നില്ല. അതുമൂലം ഉണ്ടാകുന്ന ഹൈപ്പോസീമിയ പിന്നെ സ്റ്റെനോസിസ് ആണ് ഇതിൽ സിംറ്റംസിൽ കാണുന്നത്. ഫസ്റ്റ് ഡിസീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെൻട്രോളജി ഓഫ് ഫാലറ്റിൻ്റെ അതിൽ 4 ഡിസോർഡേഴ്സ് ആണ് വരുന്നത്. എന്താണ്? മെട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്, പൾമണറി സ്റ്റെനോസിസ്, ഓവർ റൈഡിങ് ഓഫ് അയോർട്ട, പിന്നെ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഇതിൽ പൾമണറി റെസിസ്റ്റൻസ് ആണ് കൂടുതലെങ്കിൽ ബ്ലഡ് ഫ്ലോ നടക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ആകാം. ഇനി സിസ്റ്റമാറ്റിക് റെസിസ്റ്റൻസ് ആണ് കൂടുതലെങ്കിൽ ബ്ലഡ് ഫ്ലോ നടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആകാം. ഇൻഫൻറ്റിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഇൻഫൻറ്റ് അക്യൂട്ട്ലി സൈൻ ഔട്ടിങ് ആയിരിക്കും അറ്റ് ബർത്തിൽ. ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള മർമർ സൗണ്ട് കാണുന്നത് എന്താണ്? ഹൈപ്പേഷനേറ്റ് കാണാറുണ്ട്, അതായത് അക്യൂട്ട് ആയിട്ടുള്ള സൈനോട്ടിക്സ് കാണാറുണ്ട്. ഇനിയും ചിൽഡ്രൻസിൽ സൈനോസിസ് കൂടുന്നതനുസരിച്ച് ക്ലബിംഗ് ഉണ്ടാകും. പിന്നെ എന്താണ്? സ്കോട്ടിംഗ് കാണാറുണ്ട്. സർജിക്കൽ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പാലിയേറ്റീവ് ഷണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുവഴി പൾമണറി ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ ഓക്സിജൻ സാച്ചുറേറ്റഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രൈമറി റിപ്പയർ ചെയ്യാൻ സാധിക്കാത്തവരിൽ ഈ ഷണ്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഓക്സിജൻ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പൾമണറി ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ സർജിക്കൽ മാനേജ്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് റിപ്പയർ ആണ് ചെയ്യുന്നത്. അതായത് ഇറ്റ്സ് യൂഷ്വലി ഡൺ ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. അതായത് ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫിലാണ് കംപ്ലീറ്റ് റിപ്പയർ. ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ മീഡിയം സ്റ്റെർണോട്ടമിയിലും ചെയ്യാറുണ്ട്. അതുപോലെ കാർഡിയോ പൾമണറി ബൈപ്പാസ് ചെയ്യാറുണ്ട്. ഒരു മാസീവ് സർജറി ആണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസീവ് കെയർ കുട്ടികൾക്ക് ആവശ്യമുണ്ട്. ഇത്രയുമാണ് ഇതിൽ നമ്മൾ നോക്കാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ട്രൈക്കസ്പിഡ് അട്രീഷ്യ, അതായത് ട്രൈക്കസ്പിഡ് വാലിൻ്റെ ഓപ്പണിംഗ് ഇല്ല, അതായത് ഡെവലപ്മെൻറ്റ് ഫെയിൽ ആകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ആട്രിയം റൈറ്റ് വെൻട്രിക്കിൾ തമ്മിൽ കണക്ഷൻ ഇല്ലാതെ പോകുന്നു, ബ്ലഡ് ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ റൈറ്റ് ആട്രിയത്തിലേക്ക് വരുന്ന ബ്ലഡ് ഒന്നില്ലെങ്കിൽ പാറ്റൻ്റ് ആയിട്ട് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പോകും, അല്ലെങ്കിൽ എന്താണ് അനോട്ടമിക്കലി ഡിഫൻസ് മൂലം ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പോകും. അപ്പോൾ ഒരു കംപ്ലീറ്റ് മിക്സിംഗ് അപ്പ് ഓഫ് ബ്ലഡ് വരും. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടിയിൽ ഹൈപ്പോസീമിയ, സൈനോസിസ്, പിന്നെ ഡിസ്നിയ, ടാക്കിക്കാർഡിയ എന്നിവ കാണാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് പൾമണറി ബ്ലഡ് ഫ്ലോ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഡിഫക്ട്സ്. ഇതിൽ ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് മിക്സിംഗ് അപ്പ് നടന്നിട്ട് നമുക്ക് പെരിഫറലിലേക്കും എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ആൻഡ് ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഡിക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോയിൽ കവർ ചെയ്യാനുള്ളത്.